ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ ദാനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാലഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം
ഭക്തവത്സലനായ ഭഗവാൻ പത്മീക്ഷണൻ മുക്തിദാനേകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ധാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമെന്ന് ഭൂതലേ രഘുകുലേ മർദ്ദനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരും വെട്ടുവന്നാണെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലിൽ ഒന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും മിതമാത്മനെ ചിന്തിച്ചുറച്ച് രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത് രാക്ഷസപ്രവരനം പൂർവവൃത്താന്തമോർത്താൻ. ഓം അമൃതേശ്വരിയെ നമഃ. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിലെ ശ്രദ്ധേയ ഭാഗമായ പഞ്ചവടിയിലേക്കുള്ള ശൂർപ്പണഖയുടെ ആഗമനവും വിലാപവുമാണ് ഇന്നിവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. രാമായണത്തിലെ ശക്തിയായ സ്ത്രീ കഥാപാത്രമാണ് രാവണ ഭഗിനിയായ ശൂർപ്പണഖ. രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും ഉഗ്രരൂപിണിയായ അവൾ തന്റെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച് വിദുജുഹന്റെ മരണത്തിനു ശേഷം സ്വതന്ത്രമായി വിഹരിക്കുന്ന സമയത്ത് പഞ്ചവടിയിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ചു തേജസ്വികളായ രാമലക്ഷ്മണന്മാരെ കാണുകയും തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അവരെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ രാമലക്ഷ്മണന്മാർ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അവളുടെ ശരീരഭാഗങ്ങൾ ഭേദിക്കുകയും ചെയ്തു. അപമാനിതയായ ശൂർപ്പണഖ രാവണന്റെ സമീപത്തേക്ക് എത്തുന്നു. സഹോദരന്റെ സമീപം എത്തിയ ശൂർപ്പണഖ സീതാദേവിയുടെ അഭൗമമായ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞ് രാവണനെ പ്രലോഭിപ്പിക്കുന്നു. സീത അപഹരണത്തിലേക്ക് വഴിതിരിച്ച കുടിലതന്ത്രവും ശൂർപ്പണഖയുടേതായിരുന്നു. ഒരേ സമയം വ്യത്യസ്ത സ്വഭാവം പ്രകടിപ്പിക്കുന്ന ശൂർപ്പണഖയെ പോലെയുള്ളവരെ ഇന്നത്തെ സമൂഹത്തിലും നമുക്ക് കാണാൻ കഴിയും. അപമാനിതയായ സ്ത്രീയുടെ പ്രതികാരം എത്ര കരുത്തൂറ്റതും വിനാശകരവുമാണെന്ന് ശൂർപ്പണഖ വൃത്താന്തം നമ്മെ പഠിപ്പിക്കുന്നു. ഓം നമഃ ശിവായ.